സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു സംസാരിക്കുന്നത് അതിഥി സൽക്കാരത്തെപ്പറ്റി, വിരുന്നുകളെപ്പറ്റി ഒക്കെയാണ്. ഒപ്പം യേശു പറയുന്നു, ഇങ്ങനെ വിളിക്കപ്പെട്ടവരിൽ പ്രമുഖ സ്ഥാനം തേടിപ്പോകുന്ന മനുഷ്യരെപ്പറ്റി. അതെ, യേശു എളിമയുടെ കാര്യം കൂടെ സൂചിപ്പിക്കുക ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ. ഒപ്പം എങ്ങനെ നമ്മൾ ആഘോഷിക്കണം, ആരെയൊക്കെ ക്ഷണിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം നമ്മുടെ ആഘോഷങ്ങളെപ്പറ്റി ചിന്തിക്കുവാനായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ്. പലപ്പോഴും നമ്മളെ ആരെങ്കിലുമൊക്കെ ക്ഷണിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് ഞാൻ നൽകേണ്ടത്? അവർ എനിക്ക് നൽകിയതുപോലെ എനിക്ക് തിരിച്ചു നൽകുവാൻ സാധിക്കുമോ? അതെ, പലപ്പോഴും ഇങ്ങനെയുള്ള ക്ഷണങ്ങളുടെ പുറകിൽ ഇങ്ങനെയുള്ള ചില ചിന്തകളുമുണ്ട്. യേശു പക്ഷേ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരെ ക്ഷണിക്കുമ്പോൾ തിരികെ നൽകുവാൻ സാധിക്കാത്തവരെ ക്ഷണിക്കണമെന്ന്. സത്യത്തിൽ നമുക്കറിയാം, നമ്മിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമാണത്. എന്നാൽ ഇതിന് ചില അപവാദങ്ങളുമുണ്ട്. കാര്യങ്ങളെ വ്യത്യസ്തങ്ങളായിട്ട് കാണുന്ന മനുഷ്യരുമുണ്ട്. അങ്ങനെ ഒന്നിനെപ്പറ്റി ഈ ദിവസങ്ങളിൽ ഞാൻ ഓർത്തുപോയി. സെമിനാരിയിൽ ഫോർട്ട് കൊച്ചിയിൽ പഠിക്കുന്ന സമയത്ത് ആദ്യ വർഷമാണ്. അപ്പോൾ ഉച്ചയാകുമ്പോൾ നല്ല ഒരു മണം ഇങ്ങനെ മൂക്കിലടിക്കും. എന്താണെന്നുള്ള അന്വേഷണമായി. അപ്പോൾ ജനലിലൂടെ ഞങ്ങൾ കണ്ടു, പാവപ്പെട്ട കുറേ മനുഷ്യർ ബിഷപ്സ് ഹൗസിൻ്റെ മുമ്പിൽ കൂടി, ഞങ്ങളുടെ ചാപ്പലിന് മുമ്പിൽ കൂടി കയ്യിൽ വലിയൊരു ബണ്ണുമായിട്ട് സന്തോഷത്തോടു കൂടി പോകുന്നു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അന്നത്തെ ബിഷപ്പ് ജോസഫ് കുരീത്തറ പിതാവിൻ്റെ ഒരു ആശയമായിരുന്നു, പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. മനുഷ്യർക്ക്, വിശക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം നൽകുക, യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ. അതെ, ഈ വഴിയിൽ ഇങ്ങനെ നടക്കുന്ന പാവപ്പെട്ടവർക്ക് അവർക്കൊന്നും തിരിച്ചു നൽകുവാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ നന്ദി, അവരുടെ സന്തോഷവും അവരുടെ പ്രാർത്ഥനകളും അതൊക്കെ ഈ പിതാവിന്, രൂപതയ്ക്ക് ലഭിച്ചിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ യേശു പറയുന്ന കാര്യങ്ങൾ അത്ര പ്രകടമായിട്ട് ചെയ്യുവാൻ സാധിക്കില്ല. നമുക്ക് ലോകത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റുവാനും സാധിക്കില്ല. എങ്കിൽ കൂടി സുവിശേഷം നമ്മെ ഒരു കാര്യം കർശനമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആഘോഷങ്ങളിൽ കുറച്ചൊക്കെ അളവുകൾ, കുറച്ചൊക്കെ എളിമ ആവശ്യമാണ്. നമ്മൾ ആഘോഷിക്കുന്നത് സന്തോഷിക്കുവാൻ മാത്രമല്ല. ഇന്നത്തെ ആഘോഷങ്ങൾ അങ്ങനെയാണ്. പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട്. എത്രമാത്രം ദൂർത്താണ് നമ്മുടെ ഇന്നത്തെ ആഘോഷങ്ങൾ നടക്കുന്നത്. എത്ര മനുഷ്യരാണ് ഇതിനുശേഷം കടക്കണിയിലാകുന്നത്. ഇവിടെയൊക്കെ അല്പം ആശ്വാസത്തിനുള്ള വകയുമുണ്ട്. കാരണം ചില മനുഷ്യരെങ്കിലും ഈ ഒരു സമയത്ത് പാവപ്പെട്ടവർ, ഭക്ഷണമില്ലാത്തവർ, അഗതികളെ ഓർക്കുന്നുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുവാൻ, അവർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നവരുമുണ്ട്. അതെ, അവർ യേശുവിൻ്റെ പാത അല്പമെങ്കിലും പിന്തുടരുന്നവരാണ്. സ്നേഹമുള്ളവർ, ഉറപ്പായിട്ടും നമ്മുടെ ആഘോഷങ്ങൾ നല്ലതായിരിക്കണം, സന്തോഷത്തോടുകൂടി നമ്മൾ ആഘോഷിക്കണം, യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെയൊക്കെ നമ്മുടെ ഈ വലിപ്പം കാണിക്കുവാനായിട്ട്, അഹങ്കാരം പ്രകടിപ്പിക്കുവാനായിട്ടുള്ള സന്ദർഭങ്ങളല്ല, മറിച്ച് അതൊക്കെ ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ കൂടിയാണ്. കാരണം നമ്മൾക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മൾ എളിമയിൽ മനസ്സിലാക്കുമ്പോൾ അതുവഴി നമ്മൾ ഹൃദയത്തിൽ നന്ദിയുള്ളവരാകും. ഒപ്പം ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവർക്ക്, ദുഃഖിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ആശ്വാസം പകരുവാനും നമുക്ക് സാധിക്കും. അതെ, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് അതിനായി മലർക്കെ തുറന്നിടാം. നമ്മൾ ആഘോഷിക്കുന്നതിനും സന്തോഷിക്കുന്നതിനുമൊപ്പം മറ്റുള്ളവർക്കും ഈ സന്തോഷത്തിൻ്റെ ഒരംശം പകർന്നു നൽകുവാനും നമുക്ക് ആകണം. അങ്ങനെ വരുമ്പോൾ നമ്മളും ദൈവരാജ്യത്തിൽ ക്ഷണിക്കപ്പെട്ടവരാകും. ദൈവം നമ്മുടെ പ്രവൃത്തികൾക്ക് നല്ല സ്ഥാനം കരുതി വയ്ക്കുകയും ചെയ്യും. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.